ഇതുപോലുള്ള തടിയൻ ടയറുകൾ വണ്ടിയിലെടുത്തിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്കിംഗ് അല്ലെങ്കിൽ കൊറോങ് എബിലിറ്റി കൂടുമോ? ഇല്ല, അതൊക്കെ ട്രാക്ടറൊക്കെ വിൽക്കുന്നവർ പറഞ്ഞേക്ക് വെറും കഥകൾ മാത്രം. ഞാൻ ഒരു സപ്ലൈക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടുന്ന സമയത്താണ് ലാസ് ഓഫ് ഫ്രിക്ഷൻ എന്ന ടോപ്പിക് എനിക്ക് കണ്ടിപ്പെട്ടത്. അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ടു സർഫസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർഫസ് ഏരിയ എത്ര കൂട്ടിയാലും നിങ്ങളെ ഫ്രിക്ഷൻ കൂടാനോ കുറയാനോ പോകുന്നില്ലെന്ന്. അത് മ്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. വ്യൂ എന്താണെന്ന് ചോദിക്കരുത്, അറിയാമെങ്കിൽ സപ്ലൈ എനിക്ക് അവിടെ വീട്ടിലായിരുന്നു. ഇത് 3 പേര് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഒന്ന് ട്രാക്ടർ വിൽക്കുന്നവന്മാർ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കേണ്ട വിവരം ഇല്ലാത്തവന്മാർ, അല്ലെങ്കിൽ ഇപ്പോഴും വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ കോർണറിൽ കൂടുമെന്ന് വിചാരിച്ച് നടക്കുന്നവന്മാർ. ഇത്രയും വലിയ ടയറൊക്കെ വണ്ടിയിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ടയർ ബീഡ് കറക്റ്റ് വീഴില്ല, ടയറിൻ്റെ പ്രൊഫൈൽ ചേഞ്ച് ആവും, സ്പ്രോക്കറ്റ് പെട്ടെന്ന് പോവും, ബ്രേക്ക് പേഡ് പെട്ടെന്ന് പോവും, പവർ ലോസ്, മൈലേജ് ലോസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ട്രാക്ക് ടയർ അത് എവിടെ നിന്ന് വരുന്നു, അതെങ്ങനെ എത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു, അത് സേഫ് ആണോ എന്ന കാര്യങ്ങളൊക്കെ സമയപരിമിതികളുണ്ട്. നമുക്ക് ഈ വീഡിയോ സംസാരിക്കാൻ പറ്റില്ല, അത് അടുത്ത വീഡിയോ സംസാരിക്കാം. കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. പിന്നെ സപ്ലൈ എത്ര ഉണ്ടോ ചോദിക്കരുത്, ഞാൻ പറയില്ല. അപ്പോൾ ബൈ.